നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതുപോലത്തെ കീവേഡ്സ് ഫൈൻഡ് ഔട്ട്, ആസ്ക്, എക്സ്പ്ലോർ എന്ന് പറയുന്ന വേർഡ്സ് നമുക്ക് നമ്മുടെ OET റോൾ പ്ലേയിൽ കിട്ടാറുണ്ട്. എൻ്റെ എക്സാമ്പിൾ നോക്കി, ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ആ പേഷ്യൻ്റ് അവിടെ വരുന്നത്, ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, ആ പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയാറുണ്ട്. പിന്നെ അതെങ്ങനെ ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്. സോ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. സോ ഇവിടെ നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ കീവേഡ്. എന്താണ് ഈ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. സോ പേഷ്യന്റിന്റെ കയ്യിലാണ് ആ ഒരു സംഭവം കിടക്കുന്നത്. അപ്പൊ എന്താണ് ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓൺസെറ്റ് ഉണ്ട്, പ്രീവിയസ് ഒക്കറൻസ് ഉണ്ട്, എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്, പിന്നെ എന്തെങ്കിലും പെയിനോ ട്രീറ്റ്മെന്റ് നീഡ് ട്രൈഡ് എങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ഇതാണ്. സോ ഇന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടണം. സോ ഫൈൻഡ് ഔട്ട് എന്നുള്ള കീവേഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും that particular thing falls under the criterion called information gathering. നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും നമ്മൾ അവരുടെ നിന്നും ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? സോ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്, ഓൺസെറ്റ്, പ്രീവിയസ് ഒക്കറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ വെൻ ഡിഡ് ഇറ്റ് ഒക്കർ, അല്ലെങ്കിൽ can you please tell me do you have any pain in this affected area or have you tried any treatment before? So ഇങ്ങനെയാണ് നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. IILT, it's my cup of tea.